നമസ്കാരം. ഇനി പരീക്ഷാകാലമാണ്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാനുള്ള ഒരു നല്ല ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പരീക്ഷയുടെ മാർക്കിനെക്കുറിച്ച് പറയുമ്പോൾ പഠിക്കാനുള്ള മാർഗ്ഗങ്ങൾ, ഓർമ്മ നിൽക്കാനുള്ള മാർഗ്ഗങ്ങൾ, അങ്ങനെ ഒരുപാട് മാർഗ്ഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടും അറിഞ്ഞിട്ടുമുണ്ടാകും ഇതിനകം. പക്ഷേ പരീക്ഷാ ഹാളിൽ കയറിക്കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള സമയം നമ്മളൊരു 5-10 മിനിറ്റൊക്കെ നമ്മൾ കാത്തിരിക്കാറുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു 30 നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം, പക്ഷേ പരീക്ഷാഫലത്തെ നിർണായകമായി സ്വാധീനിക്കാൻ അതിന് സാധിക്കും. ശരിക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ ഒരു പരീക്ഷാകാലത്തെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. ഒരു ഓണപ്പരീക്ഷാകാലം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഈ ഓണപ്പരീക്ഷാകാലത്ത് എനിക്ക് ഫിസിക്സ് പരീക്ഷയായിരുന്നു. ഫിസിക്സിൻ്റെ ചോദ്യപേപ്പർ കിട്ടി. ആദ്യത്തെ ചോദ്യം വായിച്ചു നോക്കി, എനിക്ക് ഉത്തരം അറിയില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, അതിനും ഉത്തരം അറിയില്ല. മൂന്നാമത്തേത് എവിടെയോ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഓർമ്മ വരുന്നില്ല. പെട്ടെന്ന് മനസ്സിൽ നിന്നൊക്കെയും അങ്ങ് മാഞ്ഞുപോയി. ഒരു ബ്ലാക്ക് ഔട്ട്, ഒരു വാഷ് ഔട്ടായി പോകുന്ന ഒരവസ്ഥ. മൊത്തം ഓർമ്മയും പഠിച്ചതൊക്കെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന അവസ്ഥ. ഇതുപോലുള്ള സാഹചര്യം നമ്മളിൽ പലർക്കും പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. എത്ര നന്നായി പഠിച്ചാലും പലപ്പോഴും പരീക്ഷയ്ക്ക് അത് എഴുതി ഫലിപ്പിക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യം. ഈ സാഹചര്യത്തെ ഒഴിവാക്കാൻ 30 നിമിഷങ്ങൾ മാത്രം നമുക്ക് കൊണ്ട് ചെയ്യാവുന്ന ഒരു മാർഗ്ഗമുണ്ട്. അത് പരീക്ഷിക്കുകയാണെങ്കിൽ, അത് ചെയ്തു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചതെല്ലാം പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായി തെളിഞ്ഞു വരികയും നന്നായി പരീക്ഷ എഴുതാനാവുകയും കൂടുതൽ മാർക്ക് ഉറപ്പായിട്ടും വാങ്ങാൻ സാധിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ബ്ലാക്ക് ഔട്ട് ഫീലിംഗ് നമുക്കുണ്ടാകുന്നത്, പഠിച്ചതൊക്കെ മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്? പലപ്പോഴും പരീക്ഷാ പേടിയെന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്സാം സ്ട്രെസ്സ്, എക്സാം ടെൻഷൻ എന്നൊക്കെ പറയുന്ന അവസ്ഥ കൊണ്ടാണ്. പരീക്ഷാ പേടിയില്ലാത്തവരാരും ഇന്നില്ല, ചെറിയ തോതിലെങ്കിലും പലർക്കും ഉണ്ട്. ഇതുമായിട്ടായിരിക്കും നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് കയറുക. പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ അറിയാത്ത 1-2 ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു, എല്ലാം മാഞ്ഞു പോകുന്ന, എല്ലാം മറന്നു പോകുന്ന അവസ്ഥ. എന്തൊരു കഷ്ടമാണല്ലേ! ഈ അവസ്ഥയെ നമുക്ക് ഒഴിവാക്കാനാകും. തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളാണ് ഏറ്റവും അധികം ഒരു കുട്ടി സ്ട്രെസ് അനുഭവിക്കുന്നത്. പരീക്ഷയ്ക്ക് തൊട്ട് മുൻപുള്ള അവസ്ഥയാണ്. ഈ ചോദ്യപേപ്പർ എങ്ങനെയായിരിക്കും, എളുപ്പമുള്ളതാകണേ ദൈവമേ, എനിക്ക് നന്നായി പഠിച്ചത് തന്നെ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റണേ, പഠിച്ച ചോദ്യങ്ങൾ തന്നെ വരണമേ, ഇങ്ങനെ കുറേയധികം ആലോചിച്ച് ടെൻഷൻ അടിച്ചായിരിക്കും കുട്ടിയിരിക്കുക. സ്വാഭാവികമായിട്ടും ഈ സ്ട്രെസ്സ് നമ്മുടെ പഠനം എത്രയൊക്കെ പഠിച്ചാലും അത് പരീക്ഷാ പേപ്പറിൽ പകർന്നു വയ്ക്കുന്നതിനെ വല്ലാതെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം, ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം, ഈ ടെൻഷൻ എങ്ങനെ നമുക്ക് അകറ്റാൻ പറ്റും? ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഇത് ഒരു ചെറിയൊരു കാര്യം ചെയ്യുകയാണ് നമ്മളിവിടെ. ഇത് ചെയ്ത് ഞാൻ കാണിക്കാം. ഇത് നിങ്ങൾ പരീക്ഷാ ഹാളിലിരുന്ന്, ബെഞ്ചിലിരുന്നതിന് ശേഷം ചോദ്യപേപ്പർ കിട്ടുന്നതിന് മുമ്പുള്ള 1-2 മിനിറ്റിനകത്ത് ഒരു 10-30 നിമിഷങ്ങൾ കൊണ്ട് ചെയ്തു നോക്കാവുന്നൊരു കാര്യമാണ്. ഇത് വളരെ ലളിതമാണ് കാര്യം. കാരണം നമ്മുടെ ഈ പരീക്ഷാ ടെൻഷനെയും സ്ട്രെസ്സിനെയും ഒക്കെ പൂർണ്ണമായും ഒഴുക്കിക്കളയുന്ന, മനസ്സിനെ ശാന്തമാക്കുന്ന, മനസ്സിനെ അങ്ങേയറ്റം കോൺസെൻട്രേറ്റഡ് ആക്കുന്ന, ഏകാഗ്രമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇത്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മുടെ ഏതെങ്കിലും ഒരു കൈ നമ്മുടെ വയറിൽ പൊക്കിളിന് തൊട്ട് ചേർത്ത് പിടിക്കുക. ഇത് പൊസിഷൻ മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കൈ ഇങ്ങനെ വയറിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞത്. അതിനുശേഷം 1 ഇഞ്ച് അകലത്തിലേക്കായിട്ട് ഈ കൈ അകറ്റി പിടിക്കുക. ഇനി ഒരിക്കലും നമ്മൾ കൈ തിരിച്ച് വയറിലേക്ക് സ്പർശിക്കുന്നില്ല. ഇത് 1 ഇഞ്ച് അകലത്തിൽ തന്നെയായിരിക്കും മാറ്റി പിടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശ്വാസമാണ്. ദീർഘമായി ശ്വസിച്ചുകൊണ്ട്, ദീർഘമായി വായുവിനെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈ പുറത്തേക്ക് പരമാവധി അകറ്റിക്കൊണ്ടുവരിക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈ അടുപ്പിച്ച് കൊണ്ടുവരിക. കൈ തട്ടുന്നില്ല, വയറിൽ അടുപ്പിച്ച് കൊണ്ടുവരുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൈ അകറ്റി കൊണ്ടുവരുമ്പോഴും അടുപ്പിച്ച് കൊണ്ടുവരുമ്പോഴും അകറ്റി കൊണ്ടുപോകുന്ന സമയത്ത് വയർ പരമാവധി വീർത്ത് വരണം. കാരണം ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ നെഞ്ചിലെ താഴെയുള്ള ഡയഫ്രം താഴേക്ക് ആണ് വലിയുന്നത്. അപ്പോൾ വയറാണ് വീർത്ത് വരേണ്ടത്. പലർക്കും ഒരു ധാരണയുണ്ട്, ശ്വാസം എടുക്കുമ്പോൾ നെഞ്ച് വീർത്ത് വരും, നെഞ്ചാണ് ഉയരേണ്ടതെന്ന്. തെറ്റാണ്, വയറാണ്. അതുകൊണ്ട് ഈ കൈ ചലിപ്പിക്കുന്നതിനൊപ്പം വയർ പുറത്തേക്ക് വീർപ്പിച്ചു കൊണ്ടുവരിക. സാവധാന ശ്വാസം വിട്ടുകൊണ്ട് ക്ലാസ്സിൽ ബെഞ്ചിലിരുന്ന് വളരെ സാവകാശം, ചിലപ്പോൾ അതിന് ശ്രദ്ധിക്കാത്തവണ്ണം നമുക്ക് ഡെസ്കിൻ്റെ അടിയിലേക്ക് കൈ ഇങ്ങനെ നീക്കി ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, വളരെ ലളിതമാണ്, ആർക്കും പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊരു 5-10 തവണ, ഒരു 30 നിമിഷത്തിനുള്ളിൽ 5-6 വട്ടം ഇത് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്ട്രെസ്സും പിരിമുറുക്കവും എങ്ങനെയാണ് ഒഴിഞ്ഞില്ലാതായത്? ശരിക്കും പിരിമുറുക്കത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സും ടെൻഷനും പിരിമുറുക്കവും ഒക്കെ തന്നെ, ഉത്കണ്ഠയും ഒക്കെ തന്നെ പ്രധാനമായിട്ടും 2 മാറ്റങ്ങളാണ് വരുത്താറുള്ളത്. ഒന്ന് നമ്മുടെ ശ്വാസഗതിയിലാണ്. നമ്മൾ ദീർഘമായി ശ്വസിക്കുന്ന ജീവിയാണ്. ഉള്ളിലേക്ക് വായു പോയി പിന്നെ സാവധാനം പുറത്തേക്ക് വരുന്ന ആ രീതിയിലാണ് നമ്മൾ ശ്വസിക്കുന്നത്. പക്ഷേ നമുക്ക് ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ വരുന്ന സമയത്ത് ഈ വായു ഉള്ളിലേക്ക് പോകുന്നത് വളരെ ആഴത്തിൽ പോയിരുന്നത് വളരെ ഷാലോ ആയിട്ട് മാറും. വളരെ ചെറിയ തോതിൽ മാത്രം വായു പോകും. വേണ്ടത്ര ഓക്സിജൻ ശരീരത്തിൽ കുറയും. രണ്ടാമത്തെ മാറ്റം പൾസ് റേറ്റിൽ വരുന്ന മാറ്റമാണ്. BP ഉയരും,
പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ നിവർത്തില്ല. പൾസ് റേറ്റിലും ഹൃദയം ഇടിപ്പിൽ മാറ്റം വരും, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ശ്വാസഗതിയെ ദീർഘമായി ശ്വസിക്കുന്നതിലൂടെയാണ് ശരിക്കും നമ്മൾ ഈ എക്സാം ആങ്സൈറ്റിയെ, എക്സാം സ്ട്രെസ്സിനെ അതിജീവിക്കുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെ ദീർഘമായി ശ്വസിക്കുമ്പോൾ പോലും തന്നെ, ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും തന്നെ മറ്റു പല കാര്യങ്ങളും ചിന്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വിക്ക് റിലാക്സേഷൻ മെത്തേഡ് എന്ന് പറയുന്ന, വളരെ വേഗത്തിൽ നമ്മൾ റിലാക്സേഷൻ സഹായിക്കുന്ന ഈ ഒരു മാർഗം പൂർണ്ണമായും വിജയിക്കുകയില്ല. അത് വിജയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശ്വാസഗതി മാറ്റുന്നതിനൊപ്പം, ദീർഘമായി ശ്വസിക്കുന്നതിനൊപ്പം ഒരു ആക്ഷൻ കൂടി, കൈയുടെ ചലനം കൂടി ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു, അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഇതൊരു 5 തവണ അല്ലെങ്കിൽ 5 or 6 തവണ ചേർത്ത് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തലച്ചോർ കുറേ നേരത്തേക്ക് ഒരു ബ്ലാങ്ക് ആവും, വളരെ ഒരു റിലാക്സ്ഡ് ഒരു ക്വാളിറ്റി ടൈം നമുക്ക് കിട്ടും, മനസ്സ് ഏകാഗ്രമാകും. പിന്നെ ചോദ്യപേപ്പർ മുന്നിൽ വരുമ്പോഴത്തേക്ക് വളരെ റിലാക്സ്ഡായ, വളരെ ശാന്തമായ, വിശ്രാന്തിയുള്ള മനസ്സോടെ ആ ചോദ്യപേപ്പർ വായിച്ചു നോക്കാം. ചോദ്യങ്ങൾക്കെല്ലാം വളരെ ക്ലാരിറ്റിയോടെ ഉള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അത് മനോഹരമായി പരീക്ഷയ്ക്ക് എഴുതുകയും ചെയ്യാം. ഇതുപോലെയുള്ള ശാസ്ത്രീയവും ആധികാരികവുമായ വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ തിങ്കളാഴ്ചയും പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.